എന്തിനാണ് ബനു ഇസ്രായേലിയരോട് ഫിറഔൻ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്നത് ബനു ഇസ്രായേലിയരായിട്ടുള്ള രാജാക്കന്മാരാണ്, മലിക്കുകളാണ്, ഫറോവകളല്ല, അല്ലെ? യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള കഥകൾ വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു നോക്കിയാൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ അത് മലിക്കുകളാണ്, രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം രാജ്യത്ത് ഈജിപ്തിൽ തന്നെ ഒരു നാഷണൽ റെവല്യൂഷൻ ഉണ്ടാവുകയും അതിൽ ബനു ഇസ്രായേലിയരെ അട്ടിമറിക്കുകയും ഖിബ്തികൾ വെച്ചാൽ കോപ്റ്റിക്സ് എന്ന് പറയില്ലേ, ഖിബ്തികൾ ആ ഈജിപ്തിൽ ഭരണത്തിൽ വരികയും ചെയ്തു. ഖിബ്തികൾ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ വംശജരായിട്ടുള്ള കൂട്ടരാണ്. അപ്പൊ ഇസ്രായേൽ വംശജരെ തങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ടും അവരെ ശത്രുക്കളായിട്ടും ഖിബ്തികൾ കാണുകയാണ്. എന്താണ് അവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിയരെ എല്ലാ ഗവൺമെന്റ് പോസ്റ്റുകളിൽ നിന്നും ഒഴിവാക്കുകയും പിന്നീട് എങ്ങനെയാണ് ടോർച്ചർ ചെയ്തത് എന്ന് നമുക്ക് ഖുർആനിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അവരിലെ ബനു ഇസ്രായേലിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ ആൺകുട്ടികളെ, ആൺസന്തതികളെ ഒക്കെ കൊന്നുകളയുകയും അവരിലെ സ്ത്രീകളെ, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. നാട്ടിൽ ഏതെങ്കിലും കുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ അത് ആൺകുട്ടിയാണെങ്കിൽ ആ നിമിഷം കൊന്നുകളയുകയും പെൺകുട്ടിയാണെന്ന് കേൾക്കുമ്പോൾ അവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചത്? ഇസ്രായേലി ജനസംഖ്യ കുറയ്ക്കുന്നതിനുള്ള ഒരു നടപടിയായിരുന്നു ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഇസ്രായേൽ സ്ത്രീകൾ ഖിബ്തികളുടെ അധീനത്തിൽ വരാൻ, ഈ സ്ത്രീകളിലൂടെ ഇസ്രായേലികളിൽ നിന്ന് ഖിബ്തി വംശം വളരാൻ, ഇസ്രായേൽ വംശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനും ഈ സ്ത്രീകളിലൂടെ ഖിബ്തി വംശം വളരാനും വേണ്ടിയിട്ടായിരുന്നു.